ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 527/2024 ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റിലെ വന്നത് മലപ്പുറത്താണ്. ഓക്കെ, മലപ്പുറത്ത് ടോട്ടൽ 229 പേരുടെ മെയിൻ ലിസ്റ്റും 237 പേരുടെ സപ്ലിമെന്റ് ലിസ്റ്റുമാണ് ഇട്ടിരിക്കുന്നത്. ടോട്ടൽ അങ്ങനെ 466 പേരാണ് ഉള്ളത്. ഓക്കെ, അവിടുത്തെ കട്ട് ഓഫ് 68 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മലപ്പുറത്തിന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യം. ഈ മലപ്പുറത്ത് ഇപ്പോൾ ആൾറെഡി നിലവിലുള്ള ലിസ്റ്റിന്റെ കാര്യം നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 105/2020 ഇതിനകത്ത് ടോട്ടൽ 182 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 300ാമത്തെ ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. EBTയിൽ ഓസിൽ നിന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. SSC 689, ST സപ്ലിമെന്റ് ലിസ്റ്റ് 6, മുസ്ലിം ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത്. ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് 11, OBC 530, വിശ്വകർമ്മ ഓസിൽ നിന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. SIUC നാടാര് 716ാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. SSC/CC സപ്ലിമെന്റ് ലിസ്റ്റ് 5, ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് 2, ഹിന്ദു നാടാര് 687. അപ്പൊ ഇങ്ങനെയാണ് മലപ്പുറത്തിന്റെ അഡ്വൈസ് നിൽക്കുന്നത്. ഇനി മലപ്പുറത്ത് ലാസ്റ്റിൽ അഡ്വൈസിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ OC 49 എണ്ണവും ഈ BC 48 എണ്ണമാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ NJD 85, DA നോട്ട് എലിജിബിൾ ആണ്. ടോട്ടൽ അങ്ങനെ 182 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 3 TPO പെൻഡിംഗ് ഉണ്ട്. MR നമ്പർ 6 2 EBT TPO ആണ്. MR നമ്പർ 6 4 SSC TPO ആണ്. അതുപോലെ തന്നെ MR നമ്പർ 6 മുസ്ലിം TPO ആണ്. ഓക്കെ, അപ്പോൾ മലപ്പുറത്ത് ഇനി വേക്കൻസി പെൻഡിങ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു OC 49ഉം BC 48ഉമാണ്. അടുത്ത ഒരു വേക്കൻസി, അതായത് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് TPO ആയ MR നമ്പർ 6 2 EBTക്ക് ആയിരിക്കും പോകുന്നത്. കാരണം OC 49 BC 48 ആണ്. അപ്പം BC ഒരെണ്ണം കൂടെ പോകുമ്പോൾ OC 49 BC 49 അങ്ങനെ ആവും. ഓക്കെ, അപ്പോൾ അതാണ് മലപ്പുറത്തിന്റെ കാര്യം. ബാക്കിയുള്ള ജില്ലയും നമ്മൾ ഇന്നലെ, അതായത് 25/11/2025 അസിസ്റ്റന്റ് സെയിൽസ്മാൻ മലപ്പുറത്തിന്റെ ലിസ്റ്റ് വന്നത്. ബാക്കിയുള്ള ജില്ലയും അപ്പം ഉടനെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി വരുന്ന അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.